ഹലോ ആൾ കരിയർ ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൽ പഴശ്ശി വിപ്ലവത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇതുകൂടാതെ ബ്രിട്ടീഷുകാർക്കെതിരെ നിരവധി ചെറുത്തുനിൽപ്പുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിരുന്നു. അതിലൊന്നാണ് കുറിച്യ കലാപം. ഇനി നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ക്ലാസ്സിലേക്ക് കടക്കും മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. PSCയുമായി ബന്ധപ്പെട്ട ഈ ചാനൽ ചെയ്ത മുഴുവൻ ക്ലാസ്സുകളുള്ള പ്ലേലിസ്റ്റുകളുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കാം. എല്ലാവരും അതോടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ബ്രിട്ടീഷുകാർക്കെതിരെ ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്യ കലാപം. 1812 വയനാട് ജില്ലയിലായിരുന്നു ഈ കലാപം നടന്നത്. വർഷം 1812 വയനാട് ജില്ലയിലായിരുന്നു ഈ കലാപം നടന്നത്. ഓക്കെ, പഴശ്ശി കലാപം അടിച്ചമർത്തിയ ശേഷം ബ്രിട്ടീഷുകാർ വയനാട്ടിലെ ഗോത്രജനതയായ കുറിച്യരുടെയും കുറുമ്പരുടെയും തുണ്ടുഭൂമികൾ പിടിച്ചെടുത്തു. പഴശ്ശി കലാപത്തിൽ കുറിച്യർ പങ്കെടുത്തതിനാലാണ് ബ്രിട്ടീഷുകാർ ഇങ്ങനെ ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറിച്യരുടെ നേതാവായിരുന്ന തലക്കൽ ചന്തുവും എടച്ചേന കുങ്കനുമൊക്കെയാണ് പഴശ്ശി വിപ്ലവ സമയത്ത് പഴശ്ശിരാജയെ സഹായിച്ചതെന്ന്. വയനാട്ടിലെ ഗോത്രവർഗക്കാർ നടത്തിയിരുന്ന വെട്ടിച്ചൂട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ കുറിച്യ കലാപം ഉണ്ടാവാനിടയായ പ്രധാന കാരണങ്ങളായി പറയുന്നത് ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും മേല് ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതും അതുപോലെ നികുതി പണമായി തന്നെ നൽകണമെന്ന് ആവശ്യപ്പെട്ടതും നികുതി നൽകാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതുമൊക്കെയാണ്. അപ്പോൾ അന്നേ വരെ സാധനങ്ങളായിട്ടാണ് നികുതി നൽകിയിരുന്നത് കുറിച്യർ. അപ്പം ഈ നികുതി പരിഷ്കാരങ്ങളൊന്നും അവർക്ക് പാലിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പണമായിട്ട് കൊടുക്കണം എന്നൊക്കെ പറയുന്നത് അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. തോമസ് ബാർഡൻ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ഈ നികുതി പരിഷ്കാരങ്ങളൊക്കെ നടത്തിയത്. അപ്പോൾ അങ്ങനെ രാമനമ്പിയുടെ നേതൃത്വത്തിൽ വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യത്തോടെ ആരംഭിച്ച ഈ കലാപം 1812 മെയ് 8 ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. പ്ലാക്ക ചന്തു, ആയിരം വീട്ടിൽ കോന്തപ്പൻ, രാമനമ്പി തുടങ്ങിയവരൊക്കെ ഏറ്റുമുട്ടലിൽ വധിക്കപ്പെടുകയും മറ്റൊരു പ്രമുഖ നേതാവായ വെൺകലോ കേളുവിനെ തൂക്കിലേറ്റുകയും ചെയ്തു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തോമസ് ഹാർവി ബേബറെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഴശ്ശി വിപ്ലവ സമയത്തെ മലബാറിലെ സബ് കളക്ടറായിരുന്നു അദ്ദേഹം. 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായിരുന്നേനെ എന്ന് കുറിച്യ കലാപത്തെക്കുറിച്ച് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. കുറിച്യരെ കൂടാതെ ഈ കലാപത്തിൽ പങ്കെടുത്ത മറ്റൊരു ജനവിഭാഗമാണ് കുറുമ്പർ. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്. അത് എഴുതിയത് കുമാരൻ വയലേരിയാണ്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യത്തോടെ ആരംഭിച്ച കലാപം അതേതാണ്? കുറിച്യ കലാപം. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. കുറിച്യ കലാപം നടന്ന വർഷം 1812. കുറിച്യ കലാപത്തിൽ കുറിച്യരെ കൂടാതെ പങ്കെടുത്ത വിഭാഗം ഏതാണ്? മറ്റൊരു വിഭാഗം ഏതാണ്? കുറുമ്പർ. കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരായിരുന്നു? രാമനമ്പി. ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ നികുതി പരിഷ്കാരങ്ങളായിരുന്നു ഈ കലാപത്തിന്റെ പ്രധാന കാരണം. അപ്പോൾ കുറിച്യ കലാപത്തെക്കുറിച്ച് അറിയേണ്ടതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളായിട്ട് പഠിക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഈ സെഷൻ ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു.